ഈ ഡൈനോസേഴ്സിന് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലേ? ഡൈനോസോഴ്സിനോ? ആ, സൂപ്പർ മാരിയോ ഒക്കെ പോലെ ഒരു ബ്രാൻഡ് അല്ലേ അത്? ആണോ? പിന്നെ കളിക്കാം. ഈ ഡൈനോസേഴ്സിന്റെ കാര്യം പറയുമ്പോഴേ ഈ BTS, ബ്ലാക്ക് പിങ്ക്, പാക് സുജുൻ, സൊനേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഇതെല്ലാം തുടങ്ങിയത് എവിടെ നിന്നാന്ന് അറിയാം? എവിടുന്ന്? ഈ ഒരു ഡൈനോസർ എന്ന്. അതെങ്ങനെ? അതിന്റെ പിന്നിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു 1953 കാലഘട്ടങ്ങളിലാണ് ദ കൊറിയൻ വാർ നടക്കുന്നത്. അറിയാലോ, നോർത്ത് കൊറിയ സൗത്ത് കൊറിയ തമ്മിൽ. ആദ്യം ഇതൊരു സിംഗിൾ കിങ്ഡം ആയിരുന്നു. പക്ഷെ അതിനുശേഷം പല കാരണങ്ങളാൽ ഇത് രണ്ട് കൺട്രി ആയിട്ട് വിഭജിക്കപ്പെടുകയാണ്. ആ സമയത്ത് അവരുടെ ലീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരി എന്ന് പറയുന്നത് പാർക്ക് ചങ് ഹി എന്ന് പറയുന്ന ആളാണ്. ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു അദ്ദേഹം. കിങ് ജോങ് ഉന്നിനെ പോലെ. അതെ, ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു. പിന്നെ ഈ കൾച്ചറൽ കാര്യങ്ങൾ, ആർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും അദ്ദേഹം ഇൻഡസ്ട്രിയലൈസേഷനാണ് അന്ന് പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഈ കൾച്ചറൽ കാര്യങ്ങളും ആർട്സിനെയൊക്കെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ആള് കൊല്ലപ്പെടുക ചെയ്ത് ഈ അവിടെ നിന്നാണ് കൾച്ചറിലേക്കുള്ള സൗത്ത് കൊറിയൻ ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ച ഉണ്ടാവുന്നത്. അതായത് ഇതിലെങ്ങനെയാണ് ദിനോസർ ഒരു കാരണമാകുന്നത്? അതായത് ഞാൻ പറഞ്ഞത് 1993 ലോകത്തൊരു സംഭവം നടന്നു. ദ വേൾഡ് ഫേമസ് ജുറാസിക് പാർക്ക് റിലീസ് ചെയ്തു. അക്കാലത്ത് ഏറ്റവും വലിയ, അതായത് ലോകം കണ്ട ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിൽ ഒന്നായിരുന്നു 1993 ജുറാസിക് പാർക്ക്. അവിടെയാണ് എല്ലാം തുടങ്ങുന്നത്. ആ സമയത്ത് കൊറിയയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കിം യോങ് സങ് എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു. ആ സമയത്ത് കൊറിയയിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ആയിരുന്നു ഹ്യുണ്ടായി കാർ. നമുക്കറിയാലോ, സാംസങ്, ഹ്യുണ്ടായി പോലുള്ളവരുടെ ഹബ്ബ് എന്ന് പറയുന്നത് സൗത്ത് കൊറിയയാണ്. അപ്പം ആ സമയത്ത് കൊറിയയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ആയിരുന്ന ഹ്യുണ്ടായുടെ 1.5 ബില്യൺ കാറ് വിറ്റാൽ കിട്ടുന്ന അത്രയും വരുമാനം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു സിംഗിൾ ഹോളിവുഡ് ഫിലിം നേടി. അപ്പൊ ഇതുവരെ $1 ബില്യൺ ആയിരുന്നു ആ വർഷം. ആ വർഷം ജുറാസിക് പാർക്ക് നേടിയ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് $1 ബില്യൺ. അപ്പം ഇതുവരെ ചിന്തിച്ചു, ഒരു സിനിമയ്ക്ക് മാത്രം അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് എങ്ങനെ ഇത്രയും ഒരു വലിയൊരു GDP ആ ഒരു കൺട്രിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. അവിടെ നിന്നാണ് എന്തുകൊണ്ട് കൊറിയയുടെ കൾച്ചർ നമുക്ക് എക്സ്പോർട്ട് ചെയ്തുകൂടാ, എന്തുകൊണ്ട് കൊറിയൻ കൾച്ചർ എക്സ്പോർട്ട് ഒരു സോഫ്റ്റ് പവർ ആയിട്ട് യൂസ് ചെയ്തുകൂടാ എന്നുള്ള ചിന്ത വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഗ്ലാമർ ഓഫ് കൊറിയൻ കൾച്ചർ ഉണ്ടല്ലോ, എല്ലാ ഇൻഡസ്ട്രിയിലും, ബ്യൂട്ടി, ഗെയിംസിലാവട്ടെ, പിന്നെ മുക്ബാങ് എന്ന് പറയുന്ന ഫുഡ്, പോപ്പ്, കൾച്ചർ, ഡ്രാമ, എല്ലാം ചേർത്ത് വരുന്ന ഒരു വലിയൊരു ഗ്ലോബൽ ഫിനോമിനൻ ഉണ്ടല്ലോ കൊറിയയുടെ. അത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു നാച്ചുറൽ ഫ്ലോ അല്ല, ഇറ്റ്സ് റിയലി കാൽക്കുലേറ്റ്. ആ സമയത്ത് കൊറിയൻ കൾച്ചർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരു സോഫ്റ്റ് പവറായിട്ട് യൂസ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവരൊരു ഫിലിം പ്രൊമോഷൻ ലോ അവിടെ കൊണ്ടുവരികയാണ് കൊറിയയിൽ 1996. അതായത് അവരുടെ സിനിമകൾ, പാട്ടുകൾ, ബാക്കിയുള്ള കൊറിയൻ കൾച്ചറെല്ലാം ബാക്കിയുള്ള വെസ്റ്റേൺ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് അവരവിടെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു ഹാല്യു എന്ന് പറയുന്ന കൊറിയൻ വേവ് ലോകത്താകമാനം അലയടിക്കാൻ തുടങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് പീരീഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന് പിന്നാലെ തന്നെ അവർക്കൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി. ഏഷ്യയിലാകെ ഉണ്ടായിട്ടുള്ള 1999 സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊറിയൻ ഈ പ്രതിസന്ധിയും അവർ ഉപയോഗപ്പെടുത്തുക ചെയ്തത്. ആ സമയം അവർ വീണ്ടും അവരുടെ കൾച്ചറിലേക്കും അവരുടെ ആർട്ട് ഇങ്ങനത്തെ എക്സ്പോർട്ടുകളിലേക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുവഴിയാണ് കൊറിയൻ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി വീണ്ടും വളർന്നു തുടങ്ങുന്നത്. ഇവരുടെ തുടക്കകാലത്തിൽ കൊറിയൻ എന്നുള്ള ഫിലിംസ് ആണെങ്കിലും കൊറിയൻ സോങ്സ് ആണെങ്കിലും കൊറിയയിൽ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഇൻഇക്വാലിറ്റി പുറത്ത് കാണിക്കാനാണ് അവർ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു സിനിമയിലുള്ള കോണ്ടന്റും അവരുടെ മ്യൂസിക് ആൽബംസ് അല്ലെങ്കിൽ മ്യൂസിക് ലിറിക്സ് സംസാരിക്കുന്ന കോണ്ടന്റുമാണ് കുറച്ചും കൂടി വെസ്റ്റേൺ കൺട്രീസിൽ ഇവർക്കൊരു സ്വീകാര്യത നൽകിയത്. ആ സമയത്തുണ്ടായിരുന്ന കൊറിയൻ ഫിലിംസ് എല്ലാം അന്നുണ്ടായിരുന്ന ഇൻഇക്വാലിറ്റീസ് നല്ല കൃത്യമായിട്ട് കൺവേ ചെയ്യുന്ന മൂവീസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് യൂറോപ്യൻ പോപ്പ് പൂർണ്ണമായും ആധിപത്യം സ്ഥാപിച്ചിരുന്ന സ്ഥലത്താണ് ഏഷ്യയിലെ ഒരു ചെറിയ രാജ്യമായ കൊറിയയിലെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. ഇന്ന് ലോകത്താകമാനം അവർക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ ബ്ലാക്ക് പിങ്ക്, BTS പോലത്തെ പോപ്പ് ബാൻഡുകൾക്ക് ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയി അന്വേഷിച്ചാലും ആരാധകരുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് പോലും ഡ്രാമകൾ കാണുന്നു, മൂവീസ് കാണുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഈ ലോകത്ത് ആകമാനം തീർക്കാൻ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു YG, JYP, ബിഗ് ഹിറ്റ് പോലത്തെ കമ്പനികളാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ ഒന്നുകൂടി വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് തോന്നുന്നു. അതിൻ്റെ വളർച്ചയെ ഒന്നുകൂടി ദ്രുതവേഗത്തിലാക്കുകയും
ഒരുപാട് ആർട്ടിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തത് ഇങ്ങനത്തെ കമ്പനീസ് ആണെന്ന് തോന്നുന്നു. പിന്നെ കെ ഡ്രാമയിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാ കൊറിയൻ ഡ്രാമ ഫാൻസിന്റെയും ഒരു തുടക്കം എന്ന് പറയുന്നത് ബോയ്സ് ഓഫ് ഫ്ലവേഴ്സിലായിരിക്കും, നമ്മുടെ ലീ മിൻ ഹോയിലായിരിക്കും. ബോയ്സ് ഓഫ് ഫ്ലവേഴ്സ് നിന്ന് ആക്ച്വലി കെ ഡ്രാമ യുഗം തുടങ്ങുമായിരുന്നു, അതുപോലെ സിയോ താജിന്ന് കെ പോപ്പ് യുഗവും തുടങ്ങുമായിരുന്നു. ഇപ്പം നമ്മൾ ലീ മിൻ ഹോനെ പറയുമ്പം ചിലപ്പോൾ ടീനേജ് പ്രായത്തിലൊക്കെ കെ ഡ്രാമകളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ ഒന്നെങ്കിൽ ബോയ്സ് ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഹെയേഴ്സ് ഒക്കെ കണ്ടിട്ടേക്കും തുടങ്ങിയിട്ടുണ്ടാവാം. ഗോബ്ലിനൊന്നും കാണാത്ത കെ ഡ്രാമ ആരാധകരുണ്ടാവില്ല. പക്ഷേ നമ്മളെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ നമ്മൾ മലയാളികളായാലും ഇന്ത്യക്കാരായാലും ആദ്യം കേട്ടിട്ടുള്ള ഒരു കെ പോപ്പ് ഗാനം ഏതായിരിക്കും അവസാനിക്കറിയോ? ഗംഗനം സ്റ്റൈൽ 2012 ഇറങ്ങിയ പാട്ടാണ്. പക്ഷെ അതിൽ കോമഡി എന്ന് വെച്ചാൽ അന്ന് ഇതൊരു കെ പോപ്പ് ഗാനമാണെന്നും സൈ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 1 ബില്യൺ ആൾക്കാർ കാണുന്ന സോങ് എന്ന് പറയുന്നത് സൈയുടെ ഗണ്ണം സ്റ്റൈലാണ്. ആക്ച്വലി അന്ന് യൂട്യൂബ് ക്രാഷ് ആയിപ്പോയി. ആഗോളതലത്തിൽ കൊറിയൻ പോപ്പ് ഇൻഡസ്ട്രിയിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് സൈയുടെ ഗണ്ണം സ്റ്റൈൽ വഹിച്ചിട്ടുണ്ട്. കണക്കനുസരിച്ച് 2019 കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $10.3 ബില്യൺ ആണ്. ആലോചിക്കണം, 1950 വൺ ഓഫ് ദി പുവറസ്റ്റ് കൺട്രീസ് ആയിരുന്നു സൗത്ത് കൊറിയ. 2012 ഗംഗനം സ്റ്റൈൽ ഇറങ്ങുമ്പം അത് കേൾക്കുന്ന നമ്മൾ പോലും കെ പോപ്പിനെ കുറിച്ചോ കെ ഡ്രാമകളെ കുറിച്ചോ അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് അവയറല്ല. പക്ഷെ ഇന്ന് കെ പോപ്പും കിടന്നു, കെ ഡ്രാമയും കിടന്നു, കെ ബ്യൂട്ടി, അതായത് കെ ബ്യൂട്ടി പ്രൊഡക്ട്സിനൊക്കെ ഒരുപാട് ആൾക്കാർ ആരാധകർ, കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊപ്പം അതിന്റെ പുറകെ ഓടും. പിന്നെ കെ ഫുഡ്, അതായത് നമ്മുടെ ഈ കൊച്ചിയിലൊക്കെ വരെ കൊറിയൻ ഫുഡിന് റാമൻ കഴിക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടി തെരഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. സോ ഇവരുടെ ഷോ മുബ്ബങ് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത്ര, അതായത് കേരളത്തിൽ ഇന്ത്യയുടെ ഒരു ചെറിയൊരു സംസ്ഥാനത്തിൽ പോലും ടീനേജ് പ്രായക്കാരായ കുട്ടികൾ അവരുടെ ഫാഷൻ സെൻസേ വേറെയാണ്. കൊറിയൻ ഫാഷൻ അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ കെ ഡ്രാമയുടെ വളർച്ച നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക ഈ അടുത്ത് സ്ക്വിഡ് ഗെയിമിന്റെ വല്ലാത്തൊരു തരംഗം ലോകത്താകമാനം അലയടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട നെറ്റ്ഫ്ലിക്സ് ഷോ സ്ക്വിഡ് ഗെയിം ആയിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും പറയേണ്ടത് പാരസൈറ്റിനെ കുറിച്ചാണ്. കാരണം ഒരു നോൺ ഇംഗ്ലീഷ് മൂവി, ഒരു ഫോറിൻ സിനിമ ആദ്യമായിട്ട് ബെസ്റ്റ് പിക്ചർ അക്കാഡമി അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിക്കുന്നത് പാരസൈറ്റ്. അതെ, ഒരു കൊറിയൻ സിനിമയാണ് പാരസൈറ്റ്. ആ അവാർഡോടൊക്കെ കൊറിയൻ സിനിമ, അതായത് കൊറിയൻ മൂവി ഇൻഡസ്ട്രി, ഇപ്പോൾ ഞാൻ വളരെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ അസാധ്യമായ പ്രൊഡക്ഷൻസ് ആണ് കൊറിയൻ ഡ്രാമകളും സിനിമകളും അടങ്ങുന്ന ആ ഒരു അവരുടെ കോണ്ടന്റ് വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണ്, സിനിമാറ്റോഗ്രാഫി അവർ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് എലമെന്റ്സ് എല്ലാം ടോപ്പ് ക്ലാസ് ആണ്. അതെ. പിന്നെ വെച്ചാൽ നമ്മളിവിടെ പോലെ നായിക മരം ചുറ്റി പ്രേമിക്കുന്നു, നായകൻ മാസം കാണിക്കുന്നു, അതൊക്കെ അവർ പണ്ട് സീനാണ്. അങ്ങനെ അവർ മെയിൻ ലീഡ്സ് ആണ്. പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ രണ്ടുപേർക്കും ലിമിറ്റേഷൻസ് ഇല്ല, ഒരു ഈക്വൽ ആണ് രണ്ടുപേരും. പിന്നെ നെറ്റ്ഫ്ലിക്സ് കെ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം $1.5 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് ഒരു കണക്കുള്ളത്. അതായത് കൊറിയൻ ഷോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം നെറ്റ്ഫ്ലിക്സ് പോലെ ഒരു പ്ലാറ്റ്ഫോം ഒരു കൾച്ചറിലേക്ക് മാത്രം ഒതുങ്ങി അത്രയും ഇൻവെസ്റ്റ്മെന്റ് അവിടെ കൊണ്ടുവരണമെങ്കിൽ അത്രയ്ക്കും കാഴ്ചക്കാർ അല്ലെങ്കിൽ അത്രയ്ക്കും ഹ്യൂജ് ഓഡിയൻസ് അവിടെ ഉണ്ട്. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ ഡ്രാമ മാത്രമല്ല, ഈവൻ BTSന്റെ ആണെങ്കിലും ബ്ലാക്ക്പിങ്കിന്റെ ഒക്കെ ആണെങ്കിലും ഇവരുടെ വെറൈറ്റി ഷോസ് കൊണ്ടുവരുന്നുണ്ട്. ഇവരുടെ എല്ലാം കോൺസേർട്സ് ഫിലിമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു BTSന്റെ ലാസ്റ്റ് കോൺസേർട്ട് ഈ അടുത്ത് Disney+ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക്പിങ്കിന്റെ ബോൺ പിങ്ക് എന്നൊക്കെ പറഞ്ഞ കോൺസേർട്ടുകൾ നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. കാരണം ഇതിനൊക്കെ കാഴ്ചക്കാരുണ്ട്. കൊറിയൻ കെ പോപ്പ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ സാന്നിധ്യം വരെ ഉണ്ട്, മലയാളിയുടെ സാന്നിധ്യം ഉണ്ട്. അതാണ്, അതായത് എനിക്ക് ലാസ്റ്റ് ഓർമ്മയുണ്ട്, ആര്യയുടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഇന്റർവ്യൂല് കപ്പയും മീനിനെയും കുറിച്ച് ആര്യ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ആര്യ ഇവിടെ നിന്ന് ഓൺലൈനായിട്ട് അവിടുത്തെ ഓഡീഷൻ പാസ്സായി അങ്ങനെ കൊറിയയിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെയാണ് ശ്രീ ഈസ് എ ബംഗാളി, ഐ ഗസ്. എനിക്ക് തോന്നുന്നു യൂറോപ്യൻ സീരീസുകളൊക്കെ പറയുമ്പോഴും അതിൽ നിന്ന് കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അത്രത്തോളം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഇൻഫ്ലുവൻസ് ഇപ്പം കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടന്റ്സും എല്ലാം തന്നെ ഈ ആഗോളതലത്തിൽ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇതെല്ലാം തുടങ്ങിയത് അവിടെ ദിനോസ്. Yes.